മ്യൂൾ അക്കൗണ്ടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണം തട്ടിയെടുത്ത് വെളുപ്പിക്കാൻ മ്യൂൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തൽ. 1 ലക്ഷത്തിലേറെ മ്യൂൾ അക്കൗണ്ടിലൂടെ 300 കോടിയിലധികം രൂപയുടെ ഹവാല പണം വന്നുപോയതായി ഇഡിയുടെ വിലയിരുത്തൽ. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, വിവരങ്ങൾ നൽകാം. സ്വാതി, സംസ്ഥാനത്ത് 1 ലക്ഷം മ്യൂൾ അക്കൗണ്ടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലൂടെ 300 കോടിയിലധികം രൂപ വന്നുപോയതായാണ് വിലയിരുത്തൽ. അതും ഹവാല പണം തന്നെയാണ് ഇത്തരത്തിൽ വന്നുപോയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം മ്യൂൾ അക്കൗണ്ടുകളിൽ അകപ്പെട്ടു പോകുന്നത് സാധാരണക്കാരായ യുവജനങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹവാല ഇടപാടുകൾ വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇന്റലിജൻസ് ബ്യൂറോയും അടങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മ്യൂൾ അക്കൗണ്ടുകൾ വിൽപ്പന നടത്തുന്ന സംഘം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. കൂടുതൽ ചെറുപ്പക്കാർ തന്നെയാണ് മ്യൂൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ അകപ്പെട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ശക്തമായ അന്വേഷണം ആരംഭിക്കാനും ഇത്തരം സംഘങ്ങൾക്ക് തടയിടുവാനും തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നതും. എന്തായാലും മ്യൂൾ അക്കൗണ്ടുകൾ വലിയ തലവേദന സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം സംഘങ്ങൾ, അതായത് ഈ മ്യൂൾ അക്കൗണ്ടുകൾ വാങ്ങി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അവർ വലിയ രീതിയിൽ തന്നെ